മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിനൊപ്പം ചേർത്തിരുന്ന MLA നീക്കി. പുതിയ ലൈസൻസിൽ കെ ബി ഗണേഷ് കുമാർ എന്ന് മാത്രമാണ് പേര്. MLA എന്ന് വശത്തിൽ വകുപ്പ് അന്വേഷണം നടന്നുവരികയായിരുന്നു. വിവരങ്ങളുമായി RB സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ പേര് മാറ്റുന്നത്. അതുമാത്രമല്ല, ഗണേഷ് കുമാർ നേരത്തെ തന്നെ പേര് മാറ്റാനുള്ള അപേക്ഷയും നൽകിയിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ഹരി, മുൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ലൈസൻസിലുള്ള പേരായിരുന്നു വലിയ വിവാദമായത്. അദ്ദേഹത്തിന്റെ കെ ബി ഗണേഷ് കുമാർ എന്ന പേരിനോടൊപ്പം MLA എന്ന പദവി കൂടി ചേർത്തത് വലിയ വിവാദമായിരുന്നു. ആധാറിലോ അല്ലെങ്കിൽ നൽകുന്ന തിരിച്ചറിയൽ രേഖയിൽ എങ്ങനെയാണോ പേരുള്ളത് ആ രീതിയിൽ വേണം ലൈസൻസിലും പേര് വെക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ആറ്റിങ്ങൽ RTOയിൽ നിന്ന് നൽകിയ ഈ ലൈസൻസിൽ MLA എന്ന പദവി കൂടി ചേർത്തിരുന്നു. അതിലിപ്പോ മോട്ടോർ വാഹന വകുപ്പ് തല അന്വേഷണം നടത്തിവരികയുമായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കെ ബി ഗണേഷ് കുമാർ തന്നെ തന്റെ അഡ്രസ്സും പേരും മാറ്റണമെന്നാവശ്യപ്പെട്ട ഒരു അപേക്ഷ നൽകുകയും ചെയ്തത്. ഇപ്പോൾ അതിൽ നടപടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ഉണ്ടായിരുന്ന MLA എന്ന പദവി ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 18 വയസ്സ് തികയുന്നതിന് മുമ്പേ ലൈസൻസ് എടുത്തു എന്നതിലും വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഇതിൽ വലിയ ബുദ്ധിമുട്ട് മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്നുണ്ട്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കെ ബി ഗണേഷ് കുമാറിന് ആദ്യമായിട്ട് ലൈസൻസ് ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നൽകിയിട്ടുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ അതാരാണ് ആ ലൈസൻസ് അനുവദിച്ചു തുടങ്ങിയ ഉദ്യോഗസ്ഥന്റെ പേര് ഒന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും MLA എന്ന പദവി നീക്കം ചെയ്തിട്ടുണ്ട്.